നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും 5 റൗണ്ട് വരെ വോട്ടെണ്ണൽ പൂർത്തീകരിക്കുമ്പോൾ LDFന് കൃത്യമായ രീതിയിൽ പുറകിലേക്ക് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് UDF ഏതാണ്ട് 96 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നതിനപ്പുറത്തേക്ക് ഏതാണ്ട് 100-നും 102-നും ഇടയിൽ സീറ്റ് നേടി UDF അധികാരത്തിലേക്ക് എന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് 5 റൗണ്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥിയായ UDFലെ അബ്ദുൾ റഷീദിനോട് ഏതാണ്ട് 1090 വോട്ടിന് പിറകിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 5 റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ പിണറായി വിജയൻ 10,000 വോട്ടിന് ലീഡ് ചെയ്തിരുന്ന ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ 5 റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ കണ്ണൂരിൽ ചുവപ്പ് കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വോട്ടെണ്ണൽ 5 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ UDFലെ അബ്ദുൾ റഷീദിനേക്കാൾ 1090 വോട്ടിന് പിറകിലാണ് എന്ന് പറയുമ്പോൾ 5 റൗണ്ട് എണ്ണുമ്പോൾ ഒരു റൗണ്ടിൽ പോലും മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടില്ല, ലീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യം തന്നെയാണ്. ഇവിടെയാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയോട് കേരളത്തിൽ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കടക്ക് പുറത്ത് അധികാരത്തിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുവെയുള്ള കക്ഷി നില നോക്കുമ്പോൾ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന നില നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും 5 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ 96 സീറ്റിന്റെ ലീഡോടുകൂടി UDF ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു രീതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം 36-39 സീറ്റുകളിലേക്ക് മാത്രമാണ് LDFന്റെ ലീഡുകൾ ഉള്ളത് എന്ന് പറയുമ്പോൾ NDAയെ 5 ഇടങ്ങളിൽ ലീഡ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ NDA ഒരു സീറ്റിൽ മാത്രമായി ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ശക്തമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനോട് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന ഈ ലീഡ് നില മനസ്സിലാക്കുമ്പോൾ നമ്മൾ അങ്ങനെ വേണം ധരിക്കാൻ. എന്നാൽ രാഷ്ട്രീയമാണ്, ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ട്. 5 റൗണ്ട് മാത്രം വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോൾ ഒരു കക്ഷിയുടെയും വിജയം നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് പോലെ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി, അതായത് 85-നും 90-നും ഇടയിൽ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ ഇടങ്ങളിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ UDF വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കും, അല്ലെങ്കിൽ 100 സീറ്റിലധികം നേടി കേരളത്തിൽ ഭരണത്തിൽ വരും എന്ന ഒരു ധാരണയാണ് പലയിടങ്ങളിലും വോട്ടെണ്ണി കഴിയുമ്പോൾ UDFന്റെ ലീഡ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇടത് ക്യാമ്പുകളെ ഇത് ഞെട്ടിച്ചിട്ടുണ്ട്. ഇടത് ക്യാമ്പുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ ലീഡ് നിലയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. LDFന് ആശ്വാസകരമായി പറയാവുന്ന ലീഡ് നില, അതായത് മന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ LDFന്റെ 14 മന്ത്രിമാർ തോൽക്കും എന്നുള്ളതായിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം സൂചിപ്പിച്ചിരുന്നത്. ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് LDFന്റെ പല മന്ത്രിമാരും ബഹുദൂരം പിന്നിലാണ് വോട്ടെണ്ണലിൽ എന്ന് അറിയുന്നത്. സജി ചെറിയാൻ ചെങ്ങന്നൂരിലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും അതുപോലെ KN ബാലഗോപാൽ കൊല്ലത്തും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിമാരുടെ സമാശ്വാസകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. കളമശ്ശേരിയിൽ P രാജീവും അതുപോലെ കോട്ടയത്ത് വാസവനും ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനുമെല്ലാം ബഹുദൂരം പിന്നിലാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയോട് അടുത്ത് നിൽക്കുന്ന, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തര എന്നറിയപ്പെടുന്ന പല മന്ത്രിമാരും പുറകിലാണ് എന്ന് പറയുമ്പോൾ LDFന്റെ പതനം ഉറപ്പാക്കുന്ന തരത്തിൽ എക്സിറ്റ് പോൾ ഫല പ്രവചനങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത് എന്ന് വേണം ഇപ്പോഴത്തെ ലീഡ് നില നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വിജയിക്കുമ്പോൾ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. എന്നാൽ ഇക്കുറി അദ്ദേഹം കടുത്ത മത്സരം തന്നെയാണ് ധർമ്മടത്ത് നേരിടുന്നത് എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലീഡ് നിലയനുസരിച്ച് 5 റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ പിണറായി വിജയൻ പുറകിൽ പോയിരിക്കുന്നു.
ഒരു മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണ പിണറായി വിജയൻ പുറകിൽ പോയില്ല എന്ന് പറയുമ്പോൾ 5 റൗണ്ട് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ പൂർത്തിയാകുമ്പോൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുന്നിട്ട് നിന്നിരുന്ന ലീഡ് നേടിയിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ 5 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഒരു റൗണ്ടിൽ പോലും മുന്നോട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ പരാജയം മണക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്നുള്ളത് പിണറായി പരാജയൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധ്യതയുടെ കലയാണ്, അവസരങ്ങളുടെ കലയാണ്. ഇനിയും വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട്. പിണറായി വിജയൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇതുകൊണ്ട് പ്രവചിക്കാൻ സാധിക്കില്ല. എന്നാൽ കടുത്ത മത്സരം പിണറായി വിജയൻ നേരിടുന്നുണ്ട്. കേരളത്തിൽ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു എന്നുള്ള കാഴ്ചപ്പാടുകൾ ശരിയായിരുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന ഈ ലീഡ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടയും പടവും മടക്കി തായ്ക്കണ്ടി തറവാട്ടിൽ ഒതുങ്ങുമോ, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കൽപ്പിച്ചോ എന്നുള്ളത് അറിയാൻ ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം.